Hi friends, സബ്ഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുള്ള കുറച്ച് സിനിമകളുണ്ട്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകളുണ്ട്. അതുകൂടാതെ ഇന്ന് പോലെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുണ്ട്. അതിനൊക്കെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ 9ഓളം സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളൊക്കെ നോക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു ഇംഗ്ലീഷ് ഒരു ചൈനീസ് ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മങ്കി കിങ് ദ വൺ ആൻഡ് ഓൺലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ചൈനീസ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ജിയോ സിനിമയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. രണ്ടാമത് ഒരു തെലുങ്ക് മൂവിയായിരുന്നു ഓപ്പറേഷൻ വാലന്റൈൻ എന്ന സിനിമ. കഴിഞ്ഞ ദിവസം പിന്നെ തമിഴും തെലുങ്കും റിലീസ് ചെയ്തിരുന്നു. ഇന്ന് ആമസോണിൽ ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സിനിമകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും അതുകൂടാതെ പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുള്ള സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ പിന്നെ എന്താ പറയുക, മണികണ്ഠൻ പ്രധാന വേഷം കൈകാഴ്ച റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ലവർ എന്ന് പറഞ്ഞ സിനിമ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമ പിന്നെ മാർച്ച് മാസം 27-ാം തീയതി തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അജയ് ദേവ്ഗൻ അതുപോലെ തന്നെ മാധവനും ജ്യോതിയൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു സൈത്താൻ എന്ന് പറഞ്ഞ സിനിമ. ഏകദേശം 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വശ് എന്ന ഗുജറാത്തി മൂവിയുടെ ഒരു ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്ക് ഈ ഒരു സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക്. അടുത്തത് മമിത ബൈജു അതുപോലെ തന്നെ GV പ്രകാശ് കുമാറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു റബൽ എന്ന് പറഞ്ഞ തമിഴ് സിനിമ. ഒരു ക്യാമ്പസ് പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ ഒരു സിനിമ. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഏപ്രിൽ മാസം പകുതിയോടുകൂടി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത് വൻ പരാജയം നേരിട്ട തങ്കമണി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ പലരും ചോദിക്കുന്നുണ്ട് എന്ന് OTT റിലീസ് ചെയ്യുന്നുള്ളതൊക്കെ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കി എന്നുള്ള റൂമേഴ്സ് ഒക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇതുവരെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം ഈ ഒരു സിനിമ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും സൈനാപ്ലേ എന്തായാലും ഈ സിനിമ വാങ്ങില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ വേറെ ഏത് OTT പ്ലാറ്റ്ഫോം എന്നുള്ളത് ഇതുവരെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു അപ്ഡേറ്റ് ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് പിന്നെ ഒരു മലയാള സിനിമയാണ് കൽബ് എന്ന് പറഞ്ഞ സിനിമ. പലരും കമന്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്നുള്ളത്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു സർപ്രൈസ് റിലീസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സിനിമയുടെ പെരുന്നാൾ സ്പെഷ്യലായിട്ട് ആമസോൺ പ്രൈമിൽ വരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് കൽബ് പറഞ്ഞ സിനിമ. ഒരു റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പെരുന്നാൾ സ്പെഷ്യലായിട്ട് പിന്നെ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഹനുമാൻ എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ എന്ന് വരുന്നുള്ള പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. ഇതുവരെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകൾ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തു. പക്ഷേ മലയാളം ഭാഷ ഇതുവരെ വന്നിട്ടില്ല. എന്ന് റിലീസ് ചെയ്യുന്നുള്ളത് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ എന്താ പറയുക അതിൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് അന്ധകാര ഒരു മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ദിവ്യ പിള്ളയും ചന്ദ്രനാഥും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു ത്രില്ലർ മൂവിയായിരുന്നു അന്ധകാര എന്നാണ് ഈ ഒരു സിനിമ. ട്രെയിലറൊക്കെ നല്ല രസമുള്ള ട്രെയിലറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയും പലരും കമന്റ് ബോക്സ് ചോദിക്കുന്നുണ്ട് എന്ന് റിലീസ് ചെയ്യും, ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോമും സ്വന്തമാക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നല്ലൊരു സിനിമയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ കൂടുതൽ തിയേറ്ററിലൊന്നും ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടില്ല. നല്ല സിനിമയാണെന്നുള്ളത് അറിയില്ല. വലിയ റിവ്യൂസും കാര്യങ്ങളൊന്നും എവിടെയും കണ്ടിട്ടില്ല. എനിക്ക് ഈ സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല. തിയേറ്ററിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചെറിയൊരു സിനിമയാണ്. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നല്ല രസമുള്ള ട്രെയിലറായി തോന്നി. എന്തായാലും വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.